ഇതെന്താണ് സാധനം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാ? ഈ അടുത്താണ് ഇങ്ങനെ ഒരു പച്ചക്കറി ഉണ്ട് എന്ന് തന്നെ ഞാൻ അറിയുന്നത്. ഗൂഗിളിനോട് ചോദിച്ച സമയത്ത് കൊഹ്റാബി നൂൽക്കോൽ എന്നല്ലാണ് ഇതിന്റെ പേര് പറഞ്ഞത്. ഇതൊരു ഹൈബ്രിഡ് ഐറ്റാന്നോലും. ഇതെങ്ങനെയാണ് കറി വെക്കലെന്ന് നിങ്ങൾക്ക് അറിയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോട്ടാ. അതിന് മുന്നായിട്ട് നമുക്ക് നല്ലൊരു നാടൻ സ്റ്റൈലില് പരിപ്പും മത്തങ്ങയും കൂടി ഒരു കറി ഉണ്ടാക്കാം. പരിപ്പിലേക്ക് ചെറിയൊരു കഷ്ണം നാടൻ പച്ചമത്തൻ മുറിച്ചിട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, വെള്ളം ഇത്രയും കൂടി ചേർത്തിട്ട് നമുക്കൊരു 3 വിസിലങ്ങ് അടിച്ചെടുക്കാം. തേങ്ങയൊന്നും ചേർക്കാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു പരിപ്പും മത്തങ്ങയും കറിയാണ് കേട്ടാ ഇന്ന് ഉണ്ടാക്കുന്നത്. കുക്കർ ഒന്ന് വിസിലടിച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ നൂൽക്കോസിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടാൽ അറിയാം ഭയങ്കര പാടാന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ഒരു മണമുണ്ടോ ചോദിച്ചു കഴിഞ്ഞാല് കോളിഫ്ലവറിന്റെയും ക്യാബേജിന്റെയും എല്ലാം കൂടി ഒരു സങ്കര ഇനം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഒരു ഭംഗിക്ക് ഒരു ക്യാരറ്റും കൂടി ഇടാന്ന് വിചാരിച്ചു. എന്ത് ഹൈബ്രിഡ് ആയാലും വേണ്ടിയില്ല, നമുക്ക് ഇതിനെ നമ്മളെ നാടൻ സ്റ്റൈലിൽ അങ്ങ് വറവാക്കി എടുക്കാം. വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. അടുത്ത തവണ നമുക്കൊന്ന് ട്രൈ ചെയ്യാല. 2 കൂടി ബാക്കിയുണ്ട്. ഈ സമയം കൊണ്ട് നമ്മളെ പരിപ്പും മത്തനും നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് കടുക്, കറിവേപ്പില, വറ്റൽമുളക്, ചെറിയുള്ളി, വെളുത്തുള്ളി ഇത്രയും കൂടി വറുത്ത് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാല് നമ്മളെ പരിപ്പും മത്തങ്ങി കറി റെഡി. അതിലേക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു മീനിന്റെ കുറവും കൂടി ഉണ്ടല്ലേ. മീൻ കിട്ടാത്തതുകൊണ്ട് ഉണക്കസ്രാവിന്റെ തുണ്ടുണ്ടായിന് അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതും കൂടി ഒന്ന് പൊരിച്ചെടുക്കാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ കളർഫുൾ കത്തിയും ഓയിൽ ബോട്ടിലും ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഉപയോഗിച്ച് നോക്കിയിട്ട് റിവ്യൂ പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിട്ട് അടിപൊളിയാന്ന്. ധൈര്യമായിട്ട് വാങ്ങിക്കോ. ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാട്ടാ. പിന്നെ ഈ ചമ്മന്തി എടുന്ന് വന്നു എന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ. രാവിലെ ദോശക്കാക്കിന്റെ ബാക്കിയാന്ന്. അച്ഛനിലെ ചോറും കറിയും കൊണ്ടു കൊടുത്തിട്ട് വന്നിട്ട് ഞാനും വേഗം ചോറ് കഴിക്കാൻ വേണ്ടിട്ടിരുന്നു. ഒറ്റയ്ക്കുള്ള സമയത്ത് ഞാൻ മിക്കവാറും ചായയും ചോറെല്ലാം ഇടിയിരുന്നിട്ടാണ് കഴിക്കല്. എന്റെ ഫേവറേറ്റ് പ്ലേസ് ഇതാണ്. നിങ്ങൾക്കും അങ്ങനെ ഒരു സ്ഥലം ഉണ്ടാവും അല്ലേ?